ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ചെമ്മീൻ തോരനാണ്. ചെമ്മീൻ തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം അളവിലാണ് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമാണ് 300 ഗ്രാം അളവ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനൊരു അരപ്പ് ഉണ്ടാക്കണം. ഇതിനായിട്ട് 2 പിടി നാളികേരം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, എരിവിന് ആവശ്യമായ പച്ചമുളകും, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്ത് വെക്കാം. ഇതിലേക്ക് വേണ്ടത് 100 ഗ്രാം അളവില് കൊച്ചുള്ളി ഒന്ന് കട്ട് ചെയ്ത് കൂടെ വെക്കണം. ചൂടായ മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചതിന് ശേഷം 2 വറ്റൽ മുളകും കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച കൊച്ചുള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും, ചെമ്മീൻ പീരയ്ക്ക് നല്ലൊരു സ്വാദ് കിട്ടുന്നതിനായിട്ട് ഒരു നുള്ളു പെരിഞ്ചീരവും കൂടി ചേർത്ത് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. മസാലകൾ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഒതുക്കിയ നാളികേരം കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. നാളികേരം ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് ഒരു നുള്ളു വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നാളികേര കൂട്ടുന്ന വെന്ത് വരാനായിട്ടൊന്ന് മൂടിയും കൂടി വെച്ചു കൊടുക്കണം. നാളികേരത്തിലെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ചെമ്മീനും അരപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ചെമ്മീനിലേക്ക് മസാല മുഴുവനും തന്നെ പിടിപ്പിച്ചെടുക്കണം. അതുവരെയാണ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് അടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് അടിയിലൊക്കെ പിടിക്കാൻ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീനില് ധാരാളം വെള്ളമെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഊറി വന്നിട്ടുള്ള വെള്ളം മുഴുവനും തന്നെ ഒന്ന് വറ്റി കിട്ടണം. അരപ്പൊക്കെ നന്നായിട്ട് ഡ്രൈ ആയും കിട്ടണം. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ പീര ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ ചൂടോടുകൂടി തന്നെ ഒരു സെർവിംഗ് ബൗളിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ എത്ര രുചികരമായിട്ടാണ് കൂട്ടുകാരെ നമ്മൾ ചെമ്മീൻ പീര ഇവിടെ തയ്യാറാക്കി കാണിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വിലയേറെ ലൈക്കിൽ തരാനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കൂടിയെത്താം. അതുവരെ സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.